കർണാടകത്തിൽ കൊല്ലൂർ എന്ന സ്ഥലത്ത് സൗപർണിക നദിയുടെ തെക്കേ തീരത്താണ് മൂകാംബിക ക്ഷേത്രം നിലകൊള്ളുന്നത്. ക്ഷേത്രത്തിലെ പ്രധാന ഉപദേവനായി വീരഭദ്രസ്വാമിയെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. ശൈവ പുരാണ പ്രകാരം ശിവപത്നിയും ആദിപരാശക്തിയുടെ അംശാവതാരവുമാണ് സതീദേവി. സതീദേവിയുടെ പിതാവായ ദക്ഷൻ നടത്തിയ യജ്ഞത്തിൽ വെച്ച് അപമാനം മൂലം സതി ആത്മാഹുതി ചെയ്തു. ഈ വിവരമറിഞ്ഞ ശിവൻ അതീവ ക്രുദ്ധനാവുകയും താണ്ഡവ നടനം ചെയ്ത് തൻ്റെ ജട പറിച്ചെറിയുകയും ചെയ്യുന്നു. തേജോമയമായ ആ ജടാശകലത്തിൽ നിന്നും ഭീമാകാര രൂപത്തോടെയുള്ള വിവിധ ആയുധങ്ങൾ ധരിച്ച അജ്ഞാനനാശകനായ വീരഭദ്രസ്വാമി രൗദ്രരൂപത്തോടെ ഉടലെടുക്കുന്നു. ദക്ഷനെ വധിക്കുകയും യാഗശാല തകർക്കുകയും ചെയ്ത വീരഭദ്രൻ മൂകാംബിക ക്ഷേത്രത്തിൻ്റെ വടക്ക് കിഴക്ക് ഭാഗത്ത് പടിഞ്ഞാറോട്ട് ദർശനമുള്ള മണ്ഡപത്തിൽ ദേവിയുടെ അംഗരക്ഷകനായി കുടികൊള്ളുന്നു. വീരഭദ്രൻ്റെ ശ്രീകോവിലിന് സമീപം ഒരു തുളസിത്തറയുണ്ട്. അതിന് ചുവട്ടിലുള്ള ഒരു പ്രത്യേക ദ്വാരത്തിൽ ഓടക്കുഴലൂതുന്ന ശ്രീകൃഷ്ണ ഭഗവാന്റെ ഒരു വിഗ്രഹപ്രതിഷ്ഠ അധികമാരും ശ്രദ്ധിക്കാതെ പോകുന്നു. ജാതിഭേദമന്യേ ഭക്തജനങ്ങളെത്തുന്ന ദക്ഷിണേന്ത്യയിലെ സുപ്രധാന ക്ഷേത്രങ്ങളിലൊന്നാണ് മൂകാംബിക. ശ്രീകോവിലിൽ ഒന്നിലധികം വിഗ്രഹങ്ങൾ പൂജിക്കുന്ന ബഹുബേര സമ്പ്രദായമാണ് ഇവിടെ അനുവർത്തിച്ചു വരുന്നത്. മുകളിൽ സ്വർണരേഖയോടുകൂടിയ സ്വയംഭൂവായ ഒരു ജ്യോതിർലിംഗവും ദേവിയുടെ വാസസ്ഥാനമായി കണക്കാക്കപ്പെടുന്ന ശ്രീചക്രവും അടങ്ങുന്നതാണ് ഇവിടുത്തെ മൂലസങ്കല്പം. ശ്രീചക്രവും ശംഖും അഭയമുദ്രയും വരദമുദ്രയും ധരിച്ച 4 കൈകളുള്ള 4 അടിയോളം ഉയരം വരുന്ന പഞ്ചലോഹ വിഗ്രഹമാണ് പ്രധാന പ്രതിഷ്ഠ. മൂകാംബിക ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറെ നടയിലൂടെ പുറത്തേക്ക് കടന്നാൽ കാണാനാവുന്നത് ഒരു ചെമ്പക വൃക്ഷത്തിൻ്റെ ചുവട്ടിലുള്ള ചാമുണ്ടേശ്വരി ക്ഷേത്രമാണ്. ഈ ക്ഷേത്രത്തിനരികിലായാണ് മൂകാംബിക അന്നപ്രസാദ ഹാൾ. പണ്ട് സ്ഥല സൗകര്യം കുറവായിരുന്നെങ്കിലും ഇന്ന് വലിയൊരു കെട്ടിടത്തിലെ വിശാലമായ ഹാളിലാണ് അന്നദാനം നൽകപ്പെടുന്നത്. ചില ദിവസങ്ങളിൽ ഇവിടെ വലിയ തിരക്ക് അനുഭവപ്പെടാറുണ്ട്. എങ്കിലും ഭക്തർക്ക് ക്യൂവിൽ ഇരുന്ന് കാത്തിരിക്കാനുള്ള സൗകര്യം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ചോറും 2 കൂട്ടം കറികളും മോരും പായസവും അടങ്ങുന്നതാണ് ഇവിടെ സാധാരണ ലഭിക്കുന്ന ഭക്ഷണം. എങ്കിലും ചില പ്രത്യേക ദിവസങ്ങളിൽ മറ്റു വിഭവങ്ങളും നൽകുന്നു. നിലത്തും മേശയിലും ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യം ഇവിടെ ഒരുക്കിയിരിക്കുന്നു. അന്നപൂർണേശ്വരിയുടെ അന്നപ്രസാദം കഴിച്ച് വയറും മനസ്സും നിറഞ്ഞ ഭക്തർ മറ്റൊരു വഴിയിലൂടെ പുറത്തേക്കിറങ്ങുന്നു. ഉച്ചയ്ക്ക് 12 മുതൽ 2:30 വരെയും രാത്രി 8 മുതൽ 9:30 വരെയും സാധാരണ ദിവസങ്ങളിൽ ഇവിടെ അന്നപ്രസാദം നൽകുന്നു. കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ നിന്നും ബസ് സ്റ്റാൻഡിലേക്ക് എത്തുന്നതിന് മുമ്പേ ശ്രീ മാരിയമ്മൻ കോവിലിനും അവിടെയുള്ള സ്കൂളിനും അരികിലൂടെ വലത്തോട്ടേക്കുള്ള വഴിയിൽ 1.5 കിലോമീറ്റർ സഞ്ചരിച്ചാൽ സൗപർണിക സ്നാനം കടവിലേക്ക് എത്താനാവും.
ഇവിടെ സൗപർണികയ്ക്ക് സമീപം വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഒരുക്കിയിരിക്കുന്നു. ഗരുഡഗുഹ സംരക്ഷണ സമിതിയുടെ മഠവും ഇതിന് സമീപത്തായി ഉണ്ട്. ഗരുഡഗുഹ എന്ന് മലയാളത്തിൽ എഴുതിയ വളരെ പഴക്കമുള്ള ഒരു ബോർഡും ഇവിടെ കാണാം. സൗപർണിക സ്നാനം കടവിലേക്കെത്തുമ്പോൾ നമ്മെ സ്വീകരിക്കുന്നത് ഒരു വലിയ വാനരക്കൂട്ടമായിരിക്കും. കയ്യിൽ ഭക്ഷണ സാധനങ്ങളോ ബാഗോ മറ്റു വസ്തുക്കളോ ഉണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധ തെറ്റിയാൽ ഈ വാനരക്കൂട്ടം അത് തട്ടിയെടുത്തിരിക്കും. പിന്നീട് തിരിച്ചു കിട്ടുക സാധ്യമല്ല. അതിനാൽ വളരെയധികം ഇവരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പെട്ടെന്നുണ്ടാകുന്ന മലവെള്ളപ്പാച്ചിലുകളിൽ നിരവധി അപകടങ്ങളും മരണങ്ങളും സംഭവിച്ചിട്ടുള്ളതിനാൽ സൗപർണിക തീരത്ത് ഇത്തരം അപകട സൂചനാ ബോർഡുകൾ നിരവധി കാണാം. അംബാവനത്തിൽപ്പെടുന്ന കുടജാദ്രി മലമുകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന പുണ്യനദിയാണ് സൗപർണിക. ഈ നദിയുടെ ഉത്ഭവത്തിന് പിന്നിൽ ഒരു ഐതിഹ്യ കഥയുണ്ട്. കുടജാദ്രിയിലെ ഗണപതി ഗുഹയിൽ ദീർഘകാലമായി തപസ് ചെയ്തിരുന്ന മൂകാസുരൻ്റെ മുമ്പിൽ ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെടുന്നു. എന്നാൽ ഇതറിയാതെ മൂകാസുരൻ തപസ് തുടരുന്നു. ബ്രഹ്മാവ് തൻ്റെ കമണ്ഡലുവിലെ ജലം മൂകാസുരൻ്റെ മുഖത്ത് തളിക്കുകയും ജലം കുടിക്കാൻ നൽകുകയും ചെയ്യുന്നു. പാനശേഷം ബാക്കി വന്ന ജലം മൂകാസുരൻ നിലത്തൊഴിച്ചുവെന്നും അതിൽ നിന്ന് ഈ നദി ഉത്ഭവിച്ചുവെന്നും വിശ്വാസം. സൗപർണിക പുണ്യസ്നാനത്തിന് ശേഷം വസ്ത്രം മാറാനുള്ള സൗകര്യത്തിനായി ഇവിടെ ചെറിയ ഷെഡുകൾ കാണാം. കുടജാദ്രി മലകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഈ നദി വരാഹി, കേതക, ചക്ര, കുബ്ജ എന്നീ നദികളുമായി സംഗമിച്ച് 100 കിലോമീറ്ററിൽ കൂടുതൽ ദൂരമൊഴുകി കുന്താപുരയിൽ വെച്ച് അറബിക്കടലിലേക്ക് പതിക്കുന്നു. സൗപർണിക തീരത്ത് ഗണപതിക്കും ഒരു സ്ഥാനം നൽകിയിട്ടുണ്ട്. സാംബ്രേ ശ്രീ ഗണപതി ക്ഷേത്രം എന്ന് ഇതറിയപ്പെടുന്നു. അടുത്തു തന്നെ ഒരു നാഗപ്രതിഷ്ഠയും കാണാം. സൗപർണികയെപ്പറ്റി പറയുമ്പോൾ അവിടെയുള്ള മറ്റൊരു പ്രധാന കാഴ്ചയെപ്പറ്റി കൂടി പറയേണ്ടതുണ്ട്. അതാണ് ഗരുഡഗുഹ.
ഗരുഡഗുഹ ആശ്രമത്തിൻ്റെ സ്ഥാപകനാണ് ചിദാനന്ദ സ്വാമികൾ. ഈ കാണുന്നതാണ് ചിദാനന്ദ സ്വാമിയുടെ പുഷ്പസമാധി മണ്ഡപം. ഒരു വൈഷ്ണവ ആചാര്യ ഗുരു സമാധിയാകുമ്പോൾ അദ്ദേഹത്തിൻ്റെ മൃതദേഹത്തിൽ അലങ്കരിച്ചിരിക്കുന്ന പുഷ്പങ്ങളെ മറ്റൊരു സ്ഥലത്ത് സംസ്കരിക്കുന്നതിന് പുഷ്പസമാധി എന്ന് പറയുന്നു. ദേവന്മാരുടെയും അസുരന്മാരുടെയും നാഗന്മാരുടെയും പിതാവായ കാശ്യപ മഹർഷി തൻ്റെ പത്നിമാരായ കദ്രുവിനും വിനിതയ്ക്കും തന്നെ യഥാവിധി ശുശ്രൂഷിച്ചതിന് സന്താനഭാഗ്യത്തിനുള്ള വരം നൽകുന്നു. കദ്രുമാതാവ് ശക്തന്മാരായ 1000 നാഗപുത്രന്മാരുണ്ടാവാൻ വരം ചോദിച്ചു. വിനീതമാതാവട്ടെ കദ്രുമാതാവിൻ്റെ മക്കളേക്കാൾ ശക്തരായ 2 പുത്രന്മാർ ജനിക്കണമെന്നുള്ള വരവും ചോദിച്ചു. കദ്രുവിന് 1000 അണ്ഡങ്ങളും വിനീതയ്ക്ക് 2 അണ്ഡങ്ങളും നൽകി അനുഗ്രഹിച്ചു. കാലം കടന്നുപോയി. കദ്രുമാതാവിൻ്റെ 1000 അണ്ഡങ്ങളും വിരിഞ്ഞു. കാലം എത്രയായിട്ടും വിരിയാത്തത് കൊണ്ട് ക്ഷമയില്ലാതെ വിനീതാമാതാവ് ഒരു മുട്ട പൊട്ടിച്ചു നോക്കി. അതിൽ നിന്നും പകുതി മാത്രം വളർന്ന അരുണൻ ജന്മമെടുത്തു. തൻ്റെ അമ്മയുടെ അക്ഷമ കൊണ്ട് വിരൂപനായി ജന്മമെടുക്കേണ്ടി വന്ന അരുണൻ അമ്മയെ ശപിച്ചു. കദ്രുമാതാവിൻ്റെ ദാസിയാവട്ടെ എന്നായിരുന്നു ആ ശാപം. അനുജൻ ജനിക്കുമ്പോൾ ശാപമോക്ഷം ലഭിക്കുമെന്നും പറഞ്ഞ് അരുണൻ ആകാശത്തിലേക്ക് ഉയർന്നുപോയി. 2ാമത്തെ അണ്ഡത്തിൽ നിന്നും സുവർണൻ എന്ന ഗരുഡൻ ജനിച്ചു. തൻ്റെ മാതാവായ വിനിതയുടെ സങ്കടമോക്ഷാർത്ഥം ഈ നദീതീരത്ത് പരാശക്തിയെ തപസ് ചെയ്തു. തപസ്സിൽ സന്തുഷ്ടയായ മൂകാംബികാദേവിയോട് തൻ്റെ പേരിൽ ആ നദി അറിയപ്പെടണമെന്ന് ആവശ്യപ്പെട്ടു. അങ്ങനെ ഈ നദിക്ക് സൗപർണിക എന്ന് പേര് കിട്ടി എന്നാണ് സങ്കല്പം. അന്ന് ഗരുഡൻ തപസ് ചെയ്തു എന്ന് പറയപ്പെടുന്ന ഗുഹ ഗരുഡഗുഹ എന്ന് അറിയപ്പെടുന്നു. പുരാണപരമായും ജൈവികപരമായും വളരെയധികം പ്രാധാന്യമുള്ള ഈ പുണ്യ നദിയുടെ മറ്റൊരു മുഖമാണ് ഇപ്പോൾ കാണാനാവുന്നത്. സമീപമുള്ള സ്കൂൾ ഹോസ്റ്റലുകളിൽ നിന്നും ലോഡ്ജുകളിൽ നിന്നും മലിനജലം ഈ പുഴയിലേക്ക് ഒഴുക്കുകയും അതിൻ്റെ പവിത്രത നഷ്ടപ്പെട്ട് മലീമസമാക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. കാലങ്ങളായി നടത്തി വന്നിരുന്ന മൂകാംബികാദേവിയുടെ സൗപർണിക നദിയിലെ ആറാട്ട് എന്ന ആചാരം ഈ മലിനീകരണം കൊണ്ട് 2014 മുതൽ ക്ഷേത്ര പരിസരത്ത് പ്രത്യേകം തീർത്ത കുളത്തിലേക്ക് മാറ്റപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ ക്ഷേത്ര കമ്മിറ്റി ഇടപെട്ട് സൗപർണികയുടെ മാലിന്യ നിർമ്മാർജ്ജനം നടത്തിവരുന്നു. മൂകാംബിക ക്ഷേത്രത്തിലേക്കുള്ള നടവഴിയും വഴിയോര കാഴ്ചകളും ക്ഷേത്ര സന്നിധിയും ഓരോ ഭക്തൻ്റെയും മനസ്സിൽ മറക്കാത്ത കാഴ്ചകളാണ് സമ്മാനിക്കുന്നത്. ദേവീ ദർശനം ഓരോ ഭക്തർക്കും സാധ്യമാവട്ടെ. വിദ്യാദായിനിയും കലകളുടെ ദേവിയുമായ മൂകാംബികയുടെ തിരുസന്നിധിയിലേക്ക് ഇനിയും വരാൻ അമ്മ അനുഗ്രഹിക്കണേ എന്ന പ്രാർത്ഥനയോടുകൂടി വിട.